ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പനിയാന്നൊക്കെ പറഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ പനിയിൽ നിന്നെല്ലാം കുറച്ച് റിക്കവർ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ജലദോഷങ്ങളെല്ലാം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും ഓരോ ദിവസം ഇങ്ങനെ വീഡിയോ ഇടാൻ നിൽക്കുമ്പോൾ അതെനിക്കും ഒരു എന്തോ പോലെ, ഒന്നുമില്ല, ആരും കാണാനൊന്നുമില്ലെങ്കിലും എനിക്കൊരു എന്തോ ഇങ്ങനെ ഓരോ ദിവസം വീഡിയോ ഇടാൻ, അന്ന് ഞാൻ പറഞ്ഞതാണ് ഒരു ദിവസം മുൻ ഞാൻ കട്ട് ചെയ്യാണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്ന വാക്കിന് ഒരു മുടക്കം വരുത്തണ്ടെന്ന് കരുതി. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് വരാനുണ്ടായത്. അപ്പോൾ ഇപ്പോൾ വീട് മാറിയപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, ഇതെന്താ വീട് മാറി അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ കോഴിക്കോട് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടാണോ ഇഷ്ടം ആലപ്പുഴയാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജന്മനാട് തന്നെയാണ് എനിക്കിഷ്ടം, പക്ഷേ കുറച്ചുകൂടെ എനിക്കിഷ്ടം ആലപ്പുഴ തന്നെയാണ്. കാരണം വേറൊന്നല്ല, നമുക്ക് നമ്മളായിട്ട് അവിടെ ജീവിക്കാൻ പറ്റും, ആരെയും പേടിക്കാണ്ട്. ആരും നമ്മളെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരില്ല. നമ്മളെ ലൈഫിൽ എന്ത് നടന്നാലും വലിയ കുഴപ്പമില്ല. അവരായ അവരെ പാടായ അവരെ ലൈഫ് അങ്ങനെ പോകുന്നൊരു നാടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിന്നെ സദാചാരങ്ങൾ കുറവാണ് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഇവിടെ കോഴിക്കോട് എനിക്കത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ നാട്ടുകാരെയും കൂടെ പേടിക്കേണ്ട ഒരവസ്ഥ. പിന്നെ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും പേഴ്സണലി ഹേർട്ടാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, അതിലൊരാളായിരിക്കും നിങ്ങൾ, അല്ലേ? നമുക്ക് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മളായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കൂലേ. അപ്പോൾ പിന്നെ ചോദിച്ചത് എൻ്റെ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ മിഥുവിനെയും ചോദിച്ചിട്ടുണ്ട് ചിലർ. മിഥു ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞതാണ്. പിന്നെ രണ്ട് വീടിൻ്റെയും എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ എഴുതി വെച്ച കേട്ടോ, കുറച്ച് കാര്യങ്ങൾ. അതാ കയ്യിലൊരു കടലാസ് കാണുന്നത്. രണ്ട് വീടിനെ പറ്റിയും എക്സ്പ്ലനേഷൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ രണ്ട് വീടിൽ എന്ന് പറയാൻ വേണ്ടി അവിടെ അച്ഛനും അമ്മയും, പിന്നെ ഞാനും മിതും കുഞ്ഞും. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനുമാണ് ഉള്ളത്. പിന്നെ എന്താ ഇത്ര ലോങ് ഡിസ്റ്റൻസ് ആയത് എന്ന ചോദ്യത്തിന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദ്യമുണ്ട്. ലവ് മാരേജ് ആയിരുന്നു. ഇത്രയൊക്കെയാണ് ചോദ്യങ്ങളുള്ളത്. പിന്നെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ പേഴ്സണൽ പ്രൈവസിനെ ബാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളായതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടി വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാത്തത്. പിന്നെയെന്ന് വെച്ചാൽ എന്താ അതൊക്കെ പോട്ടെ. എല്ലാവരും എന്തായി, ഓണമൊക്കെ അവിടെ വരെയായി, എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? ഓണത്തിന് ഇനി 2-3 ദിവസവും കൂടിയേ ഉള്ളൂ അല്ലേ? അത്തൊക്കെ തുടങ്ങി. ഇന്നെത്രയായിന്നൊന്നും അറിയില്ല, ഞങ്ങളിവിടെ പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഓണയെല്ലാം അടിച്ച് പൊളിക്കുക, എല്ലാവരും വിശേഷങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വരും വരെ ബൈ.